राधा माधव कुंज बिहारी जय गोपी जन वल्लभा गिरिवरधारी जय गोपी जन वल्लभा गिरिवरधारी यशोदनंदन ब्रज जन रंजन यशोदनंदन ब्रज जन रंजन यमुनतीरावनचारी यमुनतीरावनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे राम 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 हरे कृष्ण 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 हरे राम राम राधा माधव राधे जय जगन्नाथ जय बलदेवा जय सुभद्रमाया यो कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय गौरनिताय गौरनिताय जय गौरनिताय जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव 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 निताय गौर हरि बोल हरि बोल निताय गौर हरि बोल जय श्री श्री राधा माधव की जय श्री श्रील प्रभुपाद की जय श्री गुरुदेव की जय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवयां भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टिकी मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपादमहं वन्दे श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरं परमानन्दमाधवं हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ പ്രഭു സന്മാജീസ് ദണ്ഡവത് പ്രണാം ഇന്നത്തെ രാവിലത്തെ നിത്യം ഭാഗവത സേവയ സത്സംഗത്തിലേക്ക് വന്നു ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ശ്ലോകം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 17 ഈ ചാപ്റ്ററിന്റെ പേര് കൃഷ്ണ ഈസ് ഓൾ ഇൻകാർണേഷൻസ്. എല്ലാ കൃഷ്ണ ഈസ് എ സോഴ്സ് ഓഫ് ഓൾ ഇൻകാർണേഷൻ. കൃഷ്ണനാണ് എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം എന്നുള്ളതാണ്.
നമുക്ക് നോക്കാം. ഉള്ളവര് ദയവായിട്ട് ഭാഗവതം എടുത്തു വെക്കുക, അല്ലാത്തവർ കേട്ട് നോക്കാം. ധന്വന്തരം ദ്വാദശാമം ത്രയോദശമമേവ ച അപായായത് സുരാൻ അന്യൻ മോഹിനാ മോഹയൻ സ്ത്രീയഃ ധന്വന്തരം ദ്വാദശാമം ത്രയോദശമമേവ ച അപായായത് സുരാൻ അന്യാൻ മോഹയൻ സ്ത്രീയഃ. ഹരേ കൃഷ്ണ. പ്രൊഫസർ മജീദ്, അവിടെ ആരെങ്കിലും മലയാളം ഭാഗവതം ഉണ്ടെങ്കിൽ എന്റെ വേർഡ് ബൈ മീനിങ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാവോ? ഹരേ കൃഷ്ണ. 12ാം അവതാരത്തിൽ ഭഗവാൻ ധന്വന്തരിയായി പ്രത്യക്ഷപ്പെടുകയും 13ാം അവതാരത്തിൽ ഒരു സ്ത്രീയുടെ വശ്യമനോഹരിതയോടെ നാസ്തികരെ പ്രലോഭിപ്പിക്കുകയും അമൃതം ദേവന്മാർക്ക് പാനം ചെയ്യാൻ നൽകുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. In the 12th incarnation, the Lord appeared as Dhanvantari, and in the 13th, he aroused the atheist by the charming beauty of a woman and gave a nectar to demigods to drink. എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പ്രവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരോന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീദപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഗഗന രഘുനാഥാരിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗന ലളിതാ ശ്രീ വിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. वाञ्छकल्पतरुभ्यश्च कृपासिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने. नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. आनन्दलीलामय विग्रहाय हेमावदिव्या च विसुन्दराय तस्मै महाप्रेमरसप्रदाय श्रीचैतन्यचन्द्राय नमो नमस्ते. श्रीचैतन्यचन्द्राय नमो नमस्ते. चैतन्यचन्द्राय नमो नमस्ते. हरे കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുസന്മാജി ദണ്ഡവത് പ്രണാം. ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ധന്വന്തരിയാണ് അവതാരം ചെയ്തിരിക്കുന്ന ഇന്നത്തെ ശ്ലോകത്തിൽ വരുന്നത്. ധന്വന്തരി എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഭഗവാന്റെ അവതാരമാണ്. അതായത് മെഡിസിനൽ ഇൻകാർണേഷൻ എന്ന് പറയാം. മെഡിസിനൽ ഇൻകാർണേഷൻ എന്നാൽ ഭഗവാന്റെ ഔഷധ അവതാരമായിട്ട് പറയാം. നമുക്ക് ഔഷധ അവതാരം എന്ന് പറയുന്നത് ധന്വന്തരി എന്ന് പറയുന്ന ഫോമാണ്. അപ്പോ നമുക്ക് ഭഗവാന്റെ അവതാരങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇതിന് ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് നോക്കാം, ഈ അവതാരങ്ങളെല്ലാം ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ആവിർഭവിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ ഭൂലോകത്തിൽ ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവതരിക്കുന്നത്? ഭഗവാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ അവതാരങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എടുക്കുന്നതിന് എന്നുള്ളത് നോക്കാം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമഹം. അതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്ന് ഭഗവാൻ പറയുന്നത്, അല്ലെ? എവിടെയെല്ലാം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നുവോ, എവിടെയെല്ലാം ഈ പറഞ്ഞ അനീതികൾ നടക്കുന്നുവോ, അതിനെല്ലാം ഒരു എന്താ പറയാ, ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ, അല്ലെ അതിനെല്ലാം നിർമാർജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇപ്പൊ സാധാരണ വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം,
ഭഗവാൻ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തില് ഒരുപാട് അനീതികളും അന്യായങ്ങളും അരാജകത്വങ്ങളും ഒക്കെ നമുക്ക് മുന്നേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു? ഇല്ലെങ്കിൽ ഇതിനൊന്നും ഭഗവാൻ പ്രതിവിധി ചെയ്യാത്തത്? അല്ലെങ്കിൽ ഭഗവാൻ ഇതിനൊരു സൊല്യൂഷൻ എന്തുകൊണ്ട് കാണുന്നില്ല? സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ആ, ഒരു ചിന്താഗതി ഇല്ലെങ്കിൽ ഒരു മനോവിഷമം വരാൻ സാധ്യതയുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ഉടനീളം മഴയാൽ ഒരുപാട് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വരികയും നമ്മളുടെ തന്നെ ഒരു സ്റ്റേറ്റ് ആയ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം, അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് പറയാനുള്ള ഒരു എന്താ പറയുക ഡിസ്ട്രിക്ട്, വയനാട് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റില് ഒരുപാട് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ വന്നു. ഒരുപാട് പലരുടെയും ജീവൻ പോയി, പലരുടെയും ഇല്ല കിടപ്പാടം പോവുകയും അങ്ങനെ ആ പല പ്രദേശങ്ങൾ തന്നെ വെള്ളത്തിൽ മുഴുകുകയും ഒക്കെ ചെയ്തു അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ആലോചിക്കാം, നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ ഒരു തരത്തിലുള്ള അനുകമ്പ ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ കാണുന്നില്ല എന്നുള്ള മനസ്സിൽ തോന്നാം. നമ്മള് ഒരു കാര്യം ആലോചിക്കണം, നമ്മൾ ഇവിടെ നടക്കുന്ന ഈ ഭൂമിയിൽ നടക്കുന്ന ഓരോ തിങ്സും കണക്റ്റഡ് ആണ്, കോറിലേറ്റഡ് ആണ്. നമ്മളിപ്പൊ ചെയ്യുന്നത് മാത്രമല്ല, നമ്മളുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും. പ്രസൻസ് അല്ലെങ്കിൽ പാസ്റ്റ്, ആ രണ്ട് കാര്യങ്ങളെ നമുക്ക് എടുക്കാം. ഫ്യൂച്ചർ നോക്കണ്ട, ഫ്യൂച്ചർ നമ്മളെ കയ്യിൽ നിന്ന് ഇന്ന് ചെയ്യുന്ന പ്രസന്റ് അനുസരിച്ച് ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അനുസരിച്ച് നാളെ ഉണ്ടാവും എന്ന് പറയാം. പക്ഷെ നമ്മൾ ഓർക്കണം, പാസ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ ഭഗവാൻ ഇതെല്ലാം ഓർമ്മയുണ്ട്. ഭഗവാൻ എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഭഗവാന്റെ എന്തു പറയാ കണക്ക് കൂട്ടലിന് ഒരിക്കലും തെറ്റുപറ്റാറില്ല. അത്രത്തോളം പെർഫെക്ഷൻ ആയിട്ടാണ് ഭഗവാൻ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. ഈ ജന്മത്തിൽ എന്ന് പോലും പറയുന്നില്ല. നമുക്ക് അതായത് ഇന്ന് 8-ാം തീയതി ഓഗസ്റ്റ് മാസം 2023 ഓഗസ്റ്റ് 8-ാം തീയതി നമ്മൾ എവിടെയായിരുന്നു, എന്ത് ചെയ്തുകൊണ്ടിരുന്നു ഈ സമയം എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മയില്ല. കാരണം എന്താ? നമ്മളുടെ ഓർമ്മശക്തിക്ക് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ചോദിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇന്നലത്തെ കാര്യങ്ങളെ പലപ്പോഴും നമുക്ക് മറന്നു പോകാറുണ്ട്. എന്ത് ചെയ്തു എന്നുള്ളത് ചില സമയം ഓർമ്മ കിട്ടുന്നുണ്ട്. അത്രത്തോളം നമ്മളുടെ ഓർമ്മ ശക്തി ഇല്ലെങ്കിൽ കാഴ്ചശക്തി, കേൾവി ശക്തി, ഈ പറഞ്ഞ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ഫെസിലിറ്റീസിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മറവി സ്വാഭാവികമായിട്ടും വരും. ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ, മറവിയും ഞാനാണ് തരുന്നത്. കാരണം മറവിയും നമുക്ക് അത്യാവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ. പലതിനെയും നമ്മളിപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ടു, നമ്മളോട് അപമര്യാദയായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചു നേരത്തേക്ക് ഓർക്കുക, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മറവി നമ്മളെ കൊണ്ടുപോകും. ആ മറവി ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് ഒരു കാര്യം ഓർക്കണം, നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ മറന്നുപോയി. അതായത് ഭഗവാനുമായിട്ടുള്ള നമ്മളുടെ ശാശ്വത ബന്ധം, ഇല്ലെങ്കിൽ നമ്മൾ അദ്ദേഹമായിട്ടുള്ള യഥാർത്ഥമായ നമ്മളുടെ അവസ്ഥയെ നമ്മൾ വിസ്മരിച്ചു പോയി. അത് ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജനിച്ചതോടുകൂടി നമുക്ക് ആ ഒരു വിസ്മരണം വന്നു. ആ സ്മരണ വരാത്ത കാലത്തോളം നമ്മൾ ഈ പറഞ്ഞ ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പല തരത്തിലുള്ള അസ്വസ്ഥതകളിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അസ്വസ്ഥതകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ ഓരോ അസ്വസ്ഥതകളും ഇല്ലെങ്കിൽ എന്താ പറയാ ഡിസ്കംഫോർട്സിനെ ഒക്കെ തരണം ചെയ്യാനാണ് ഭഗവാൻ ഓരോ പ്രാവശ്യവും അവതാരം ചെയ്യുന്നത്. നമ്മളെ സന്തുഷ്ടനാക്കാനും നമ്മളെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഭഗവാൻ ഓരോ വിധത്തിലും നമ്മളെ സഹായിക്കുന്നത്. ഭഗവാന്റെ അവതാരത്തിലൂടെ, ഓരോരോ അവതാരത്തിലൂടെയും നമ്മൾ നോക്കിയാൽ അറിയാം, അതിലെല്ലാത്തിനടുത്തും ഒരു കാര്യം ഹിഡൻ ആയിട്ടുണ്ടാകും. എന്താ പറയാ, ഭക്ത സംരക്ഷണമാണ് ഓരോ അവതാരത്തിന്റെ അകത്തുള്ള ഒരു കാര്യം. പുറമെ അദ്ദേഹം ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനും അസുരന്മാരെ നിഗ്രഹിക്കാനും എല്ലാം ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ എപ്പോഴും ഭക്ത സംരക്ഷണമുണ്ട്. ഭക്തന്മാരെ സംരക്ഷിക്കാൻ കൂടെയാണ് ഈ ഓരോ അവതാരങ്ങളിലും വരുന്നത്. എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നു, നമ്മളുടെ സാധാരണ കാഴ്ചപ്പാടിൽ ഒരാളുടെ സംരക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾക്കൊരു വീട് ഉണ്ടാവുക,
ഒരു ജോലി ഉണ്ടാവുക, ഒരു വിവാഹം നടക്കുക, കുട്ടികൾ ഉണ്ടാവുക, സമൂഹത്തിൽ ഒരു സാമാന്യമായ ഒരു പേരുണ്ടാവുക. ഇതെല്ലാമാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താ കംഫർട്ട്, ഇല്ലെങ്കിൽ ഒരു സന്തോഷ കുടുംബം, ഇല്ലെങ്കിൽ സന്തുഷ്ട കുടുംബം എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഓരോ സൗകര്യങ്ങളും ശാശ്വതമല്ല. ഇതെല്ലാം ഈ ഭൗതിക ലോകത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഈ ഭൗതിക ലോകത്തോടു കൂടി തന്നെ വിസ്മരിക്കപ്പെടുന്നതുമാണ് ഈ പറഞ്ഞ ഓരോ സുഖങ്ങളും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ഫെസിലിറ്റീസ്, സംവിധാനങ്ങൾ. പക്ഷേ ഭഗവാൻ ഇതിനെ എല്ലാത്തിന്റെ ഇടയിലൂടെ ഓരോ അവതാരം ചെയ്യുമ്പോഴും നമ്മളെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടാണ് ഭഗവാൻ പല 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 അവതാരങ്ങൾ ചെയ്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് വിസ്മരിച്ചുകൊണ്ട് വേണ്ട വിധം ഭഗവാന് ഒരു എന്താ പറയാ, ഭഗവാന് വേണ്ട വിധമുള്ള ഒരു ശ്രദ്ധ നൽകുന്നില്ല. അപ്പോ ഭഗവാൻ ധന്വന്തരിയായിട്ട് വന്നത് നമുക്ക് കുറച്ചുകൂടി ഇതിൽ നോക്കാം, പ്രായോഗികമായിട്ട് നോക്കാം. ധന്വന്തരി എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ ദേവനാണ്, അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ ഉപജ്ഞാതാവ്, അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ അവതാരം. ആ ധന്വന്തരി ദേവൻ, അല്ലെങ്കിൽ ധന്വന്തരി ഭഗവാൻ നമ്മളെ ഇന്ന് അദ്ദേഹത്തിന്റെ ആയുർവേദ ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ആയുർവേദം എന്തിനാണ് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് എല്ലാവരും കുറെ മെഡിസിൻസ് നമ്മൾ കഴിക്കുന്നുണ്ട്, കാരണം നമ്മളെല്ലാം രോഗാവസ്ഥയിലാവും എന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. പക്ഷെ ആ രോഗത്തിൽ നിന്ന്, അതായത് ഭൗതികമായ രോഗത്തിൽ നിന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്: ആധ്യാത്മിക ദുഃഖം, ഭൗതിക ദുഃഖം. അതുപോലെ ഭൗതിക ക്ലേശങ്ങൾ വരുന്നതിനെ അഭിമുഖീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കാനും കൂടിയാണ് ഭഗവാൻ ഈ പറഞ്ഞ പോലെ ഈ ധന്വന്തരിയായി അവതരിച്ചത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഉദ്ദേശം പിന്നെ വേറെ ഉണ്ട്. നമുക്ക് നമ്മളുടെ പ്രായോഗിക തലത്തിൽ നോക്കാം. അങ്ങനെ എടുക്കുമ്പോൾ ഭഗവാൻ ആയുർവേദം എന്ന് പറയുന്ന ഒരു ദിവ്യമായ ഒരു ഗ്രന്ഥം, ഇല്ലെങ്കിൽ ദിവ്യമായ ഒരു ശാഖ നമ്മളുടെ ശരീരത്തെ സംരക്ഷിക്കാൻ, കാരണം നമ്മളുടെ ഭക്തിയുത സേവനം ചെയ്യുന്നതിന് ശരീരം ആവശ്യമാണ്. ആ ശരീരത്തിനെ വേണ്ട വിധം നിലനിർത്താനും കൂടിയാണ് ഈ ആയുർവേദത്തിലൂടെ നമ്മളെ പ്രാപ്തമാക്കുന്നത്. കാരണം നമ്മൾ ഇന്ന് നോക്കിയാൽ അറിയാം, നമ്മളുടെ ഇന്നത്തെ തലമുറ, ഇല്ലെങ്കിൽ ഭൗതിക ലോകത്തില് ഈ പറഞ്ഞ 3 ഗുണങ്ങളാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുകയും ഒരുപാട് തരത്തിലുള്ള ദുഷ്ടചിന്തകള്, ഇല്ലെങ്കിൽ അസത്സംഗത്താൽ നമ്മൾ കളങ്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പലപ്പോഴും. അപ്പൊ ഇതിനിടയില് നമ്മളുടെ ജീവിത മാർഗം ഒരുപാട് തെറ്റി മാറി മറിയുന്നു. പണ്ടത്തെ ആൾക്കാരുടെ, നമുക്ക് കുറെ ഒരു 10-20 വർഷം 30 വർഷം ബാക്ക് എടുത്താൽ പോലും അന്നത്തെ ആൾക്കാർ ഒരു ജീവിത രീതി അല്ല ഇന്ന്. ഇന്ന് നമ്മളുടെ ഭക്ഷണ രീതി മാറി, സംസാര രീതി മാറി, ആൾക്കാരുമായിട്ടുള്ള ഇടപെടലിന്റെ ലെവല് മാറി, ഇങ്ങനെ ഓരോന്നും മാറ്റം വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്നും മാറാതെ നിൽക്കുന്നത് ഭഗവാന്റെ ഉപദേശങ്ങളാണ്. അതായത് ലൈക്ക് ഭഗവത്ഗീത, ഭഗവാന്റെ ഗ്രന്ഥങ്ങൾക്കൊന്നും ഒരു മാറ്റവുമില്ല. ആ ഗ്രന്ഥങ്ങളെല്ലാം നമ്മളുടെ ഭൗതികമായ എന്താ പറയാ നിലനിൽപ്പിനെ വേണ്ട വിധം സംരക്ഷിച്ചുകൊണ്ട് ആധ്യാത്മികതയിലേക്ക് പോകാനാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ ഭൗതികതയും വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല, ഭഗവാന്റെ ആധ്യാത്മികതയിലേക്കും വേണ്ട വിധം പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ നമ്മളുടെ ഒരു ദുഃഖം. ഇന്ന് നമ്മൾ കുറച്ചുകൂടി നോക്കിയാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, അതാണല്ലോ നമ്മളെല്ലാവരും നമ്മളുടെ എല്ലാത്തിന്റെയും ഈ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്, ഒരു ജാൺ വയറിന് വേണ്ടി എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ വയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നത്. എന്താ, ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒന്ന് തൃപ്തിപ്പെടുക. ബേസിക്കലി സംതൃപ്തിയാണ് വരുന്നത്, സംതൃപ്തി. പക്ഷെ ആ ഭക്ഷണം ഇന്ന് നമുക്കൊരു അസുഖമായി മാറി, ഇല്ലെങ്കിൽ ഭക്ഷണം തന്നെ നമുക്കൊരു ശത്രുവായി മാറിയിരിക്കുന്നു. കാരണം ഇന്ന് തരുന്ന, നമുക്ക് ലഭിക്കുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന എല്ലാ തരം ഭക്ഷ്യ വസ്തുക്കളിലും മായം ചേർക്കുകയും ഒരുപാട് തരത്തില് അതിനെ എന്താ പറയാ പൊല്യൂട്ട് ചെയ്തിരിക്കുന്നു, കളങ്കപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് വാങ്ങിച്ചാലും അതിനൊരു പ്യൂരിറ്റി ഇല്ല, അതിനൊരു യഥാർത്ഥമായ സത്തില്ല. പക്ഷെ നമ്മള് ഭഗവാന്റെ ഈ പറഞ്ഞ ആയുർവേദ ശാസ്ത്രത്തിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള നിബന്ധനകളും നിയമങ്ങളും പറയുന്നുണ്ട്. ആ രീതിക്ക് നമ്മൾ ഫുഡ് ഹാബിറ്റ്സിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മളുടെ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ശീല പ്രഭുപാദ് നമുക്കൊരു ജീവിത ചിട്ട, ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ഡെയിലി ലൈഫിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രസാദം കഴിക്കുക. അതായത് ഭഗവാന് നിയമിച്ച പ്രസാദം, അതിൽ ഈ പറഞ്ഞ കളങ്കം ഇല്ല. അതെല്ലാ തരത്തിലും പരിശുദ്ധീകരിക്കപ്പെട്ടിട്ട് പ്രസാദമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആ പ്രസാദത്തിനെ നമ്മൾ എത്രത്തോളം
സ്വീകരിക്കുന്നു, അത്രത്തോളം നമ്മളുടെ ബുദ്ധിശക്തിക്കും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആധ്യാത്മികതയ്ക്കും ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇപ്പോ നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മളുടെ ബേസിക് പ്രശ്നം പലപ്പോഴും നമ്മുടെ ശരീരം നമുക്ക് വേണ്ട വിധം നമ്മളുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ നമുക്ക് മനസ്സ് നിയന്ത്രിക്കാൻ പാടാണ്. ഇപ്പൊ ഒരു ഒരു വണ്ണമുള്ള ആളെ കൊണ്ട് പല കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ, അദ്ദേഹത്തിന്റെ ശരീരം അതിനോട് യോജിക്കാറില്ല. പക്ഷെ അതേസമയം ഒരു ഇത്തിരി മെലിഞ്ഞ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആൾക്ക് കുറച്ചുകൂടി മനസ്സിനൊരു ഉഷാറ് കാണും. പക്ഷെ വണ്ണമായവർക്ക് എപ്പോഴും ഒരു അവകർഷതാബോധം എന്ന് പറയും പോലെ, ഓ എനിക്ക് വണ്ണം, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം റെഗുലേറ്റ് ചെയ്യാനാണ് ഭഗവാൻ നമുക്ക് ഈ പറഞ്ഞ ആയുർവേദ തരമായ ധന്വന്തരി ദേവനിലൂടെ നമ്മളെ പ്രാപ്തമാക്കുന്നത്. ആ ധന്വന്തരി ദേവൻ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ആയുർവേദത്തിനകത്ത് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഗ്രന്ഥത്തിന്റെ കൂടുതൽ പിന്നാലെ പോകാതെ അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നതിനെ എല്ലാം ലഘൂകരിച്ച് നമ്മളുടെ ആചാര്യന്മാർ നമുക്കൊരു നിയമാവലി തന്നു. ആ നിയമാവലിയെ നമ്മൾ വേണ്ട വിധം പിൻപറ്റിയാൽ അല്ലെങ്കിൽ കൈപ്പറ്റിയാൽ നമ്മളുടെ ജീവിതം ഭൗതികമായും ആധ്യാത്മികമായും ഉയർന്ന നിലവാരത്തിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫെസിലിറ്റീസ് ഉള്ളതാണ് ഇന്നത്തെ സമുദായം ഏറ്റവും ഒരു ഹൈ ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള ആൾക്കാരെന്ന് ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ദാറ്റ് ഈസ് റോങ്. അത് ഒരിക്കലുമേ ശരിയാവുന്നില്ല. ഇറ്റ് ഈസ് റോങ് ആക്ച്വലി. കാരണം ഈ പറഞ്ഞ ഈ ലോകത്തിൽ ലഭിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം താൽക്കാലികമാണെന്നുള്ള യഥാർത്ഥ ബോധമാണ് ആധ്യാത്മികയുടെ തുടക്കം തന്നെ. കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ട്, നമ്മൾ ആത്മാവാണ്, യു ആർ നോട്ട് ദിസ് ബോഡി എന്ന് അർജുനനോട് പറയുന്നു. ഈ ശരീരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മളെ ശരീരത്തെ ആസ്പദമാക്കിയാണ്. അതിനെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് ഇവിടെ ആദ്യത്തെ കർമ്മം. ആ ഭൗതിക ദേഹത്തിനെ ആദ്യം ശുദ്ധീകരിച്ച് അതിന് ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രസാദം ശീലമാക്കുക. ഭഗവാന് നിവേദിച്ച ഭക്ഷണം ഇല്ലെങ്കിൽ ഭഗവാന് നിവേദിച്ച പ്രസാദം ഭക്ഷണം നമ്മൾ പ്രസാദമായിട്ട് സ്വീകരിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കോൺഷ്യസിൽ മാറ്റം ഉണ്ടാവും. ചില പ്രഭുപാദർ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം, പാലിന്റെ കളറും വെള്ളയാണ്, അതുപോലെ കള്ളിന്റെ കളറും വെള്ളയായിട്ടെന്ന് പറയും. ഇത് രണ്ടും ഒരു ഗ്ലാസ്സിൽ എടുത്ത് വെച്ചാൽ രണ്ടും നോക്കുമ്പോൾ ഇറ്റ് ലുക്ക് ലൈക്ക് സെയിം. അത് രണ്ടും ഒരുപോലെ ഇരിക്കും കാഴ്ചയിൽ, പക്ഷേ രണ്ടിന്റെയും ഗുണം വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഇപ്പൊ പാല് കുടിക്കുന്ന ആള് കുറച്ച് എനർജറ്റിക് ആവും, അദ്ദേഹത്തിന്റെ എല്ലാ ഈ പറഞ്ഞ ഉന്മേഷമാവും അദ്ദേഹത്തിന്റെ സിരകളെല്ലാം. പക്ഷെ ഇതേപോലെ ആ പറഞ്ഞ കള്ള്, ഈ പറഞ്ഞ വൈറ്റ് കളറിലുള്ള അത് അദ്ദേഹം എടുക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ കോൺഷ്യസിനെ അത് ബാധിക്കും, അദ്ദേഹത്തിന്റെ ദിനചര്യയെ തന്നെ അത് തെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് പ്രസാദം, ഭക്ഷണം എല്ലാം ഉണ്ട്, ഭക്ഷണം എല്ലാം സെയിം ആണെന്ന് പറയും, പക്ഷെ ഒരിക്കലും സെയിം ആവുന്നില്ല. പ്രസാദം ഈസ് ഓൾവേസ് പ്രസാദം. ആ പ്രസാദം നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെ പ്രസാദമായിട്ട് കഴിക്കുമോ അത്രത്തോളം നമ്മളെ കോൺഷ്യസിനെ കൃഷ്ണനിലേക്ക് അടുപ്പിക്കാൻ സാധിക്കും. അപ്പൊ ധന്വന്തരി ദേവൻ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആയുർവേദത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളും ഇതുമെല്ലാം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് നമ്മളുടെ ജീവിത രീതിയെ ഉയർത്തിക്കൊണ്ടുവന്ന് കൃഷ്ണ സേവനം ചെയ്യുവാൻ പ്രാപ്തമാക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഓർക്കുക. ആ ധന്വന്തരി ദേവൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഇമ്പോർട്ടന്റ് ആയ ഒന്ന് രണ്ട് ലീലകളിൽ അദ്ദേഹം ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആയുർവേദ ഗ്രന്ഥത്തിനകത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ശ്ലോകം പറയുന്നുണ്ട്, അത് മഹാരാജ് ലെക്ചറിൽ പറയാറുണ്ട്, കേട്ടിട്ടുള്ളതാണ്. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാ രോഗാ സത്യം സത്യം വദാമ്യഹം. ഇതാണ് ആ ശ്ലോകം. ഒന്നുകൂടി നോക്കാം. അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാ രോഗാ സത്യം സത്യം വദാമ്യഹം. ആ പറഞ്ഞ ധന്വന്തരി നമുക്ക് തന്നിരിക്കുന്ന മെഡിസിൻ ആണിത്. ധന്വന്തരി ആയുർവേദ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തെ പുഷ്ടിയാക്കാനും, നമ്മൾ ഇന്ന് ഒരു പനി വന്നാൽ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നു, അതിനുശേഷം ശരീരം ആ പനിയിൽ നിന്ന് മുക്തമായി ഊർജ്ജലസനാകും. അതുപോലെ ധന്വന്തരി ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു മെഡിസിൻ ആണ് ഈ ശ്ലോകം. നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് അച്യുത് ആനന്ദ ഗോവിന്ദ, അച്യുത് ആനന്ദൻ ഗോവിന്ദ, ഈ പറയുന്ന ഭഗവാന്റെ ദിവ്യ നാമം അച്യുത് ആനന്ദ ഗോവിന്ദ
നാമ ഉച്ചാരണ ഭേഷജാത്. ആ നാമങ്ങളെ ആരാണോ ഉച്ചരിക്കുന്നത്, ആ നാമങ്ങളെ ആരാണോ റിസൈറ്റ് ചെയ്യുന്നത്, ആരാണോ ആശ്രയിക്കുന്നത്, അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ ഭേഷജാത്, നാമോച്ചാരണ ഭേഷജാത് നശ്യന്തി സകലാരോഗ. അതായത് നശ്യന്തി എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കും, സകലാരോഗ എല്ലാ രോഗങ്ങളെയും. സത്യം സത്യം വദാമ്യ, സത്യം സത്യം വദാമി. ഇത് തീർച്ചയായും സത്യമാണ്, സത്യമാണ് എന്ന് ഭഗവാൻ തന്നെ അടിയുറപ്പിച്ച് പറയണ്ട. അപ്പൊ അതിന്റെ ഭാഗമാണ് പ്രഭുപാദക നമുക്ക് തന്നിരിക്കുന്ന ചിട്ട. ഡെയിലി ഇത്ര മാല നമ്മൾ ഓരോരുത്തരും ജപിക്കുക, നാമത്തെ ആശ്രയിക്കുക. നാമമാകുന്ന പരമ ഔഷധം. ആ പരമ ഔഷധത്തെ നമ്മൾ എത്രത്തോളം ആശ്രയിക്കുമോ നമ്മളുടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങൾ മാറി നമുക്ക് കൂടുതൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ധന്വന്തരി ദേവൻ ഈ പറയുന്ന പോലെ പാലാഴി മദന സമയത്തും ഉണ്ടായിരുന്നു. പാലാഴി മദന സമയത്ത് ദേവന്മാർക്ക് അമൃതം നൽകുന്നതുമായിട്ട് പാസ് ടൈം ഉണ്ട്. അത് ഇനി വരുന്ന ഇതിലോട്ട് പറയും. അപ്പൊ നമുക്ക് എടുക്കേണ്ടത് ഇതാണ്, ഭഗവാന്റെ അവതാരം. ഇന്നത്തെ ഈ ശ്ലോകത്തിന്റെ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ പറയുന്നത് ഭഗവാൻ എന്തിനാണ് അവതരിച്ചത് എന്നുള്ളതാണ് അത് ചോദിച്ചത്. അപ്പൊ അതിന് ഉത്തരം എന്ന് പറയുന്നത് നമ്മളെ വീണ്ടും ഭഗവാനിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഭഗവാൻ ഓരോ തരവും അവതാരം ചെയ്യുന്നത്. ഭക്ത സംരക്ഷണം. അപ്പൊ ഭക്ത സംരക്ഷണം ഈ പറഞ്ഞ പോലെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ചെറിയൊരു, അതായത് ഭക്തന്മാർക്കും ദേവന്മാർക്കും ഉള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയൊരു സ്റ്റോറി പറയാൻ നോക്കാം. അതായത് ബ്രഹ്മാവാണ് എല്ലാവരുടെയും, അസുരന്റെയും ദേവന്മാരുടെയും എല്ലാം പിതാവ്, ആദ്യ സൃഷ്ടാവ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു വിരുന്ന് സൽക്കാരം വിളിക്കും. എല്ലാവരെയും വിളിക്കും, അസുരന്മാരെയും വിളിക്കും, ദേവന്മാരെയും വിളിക്കും. എല്ലാവരും അവിടെ സന്നിഹിതരായതിനു ശേഷം ദേവൻ ഈ പറഞ്ഞ അസുരന്മാർക്ക് ആകെ അവിടെ ഇരുന്നിട്ട് ഒരു ഉറപ്പ് വരുന്നില്ല. അപ്പൊ അവര് പറയും, ബ്രഹ്മാവിനോട് പറയും, പ്രഭു ഞങ്ങൾക്ക് തന്നെ ആദ്യം പ്രസാദം വിളമ്പണം, അല്ലെങ്കിൽ ഭക്ഷണം തരണം, അതിനുശേഷമേ ദേവന്മാർക്ക് കൊടുക്കാവൂ എന്ന് പറയും. അപ്പൊ അദ്ദേഹം പറയും, ശരി ആദ്യം നിങ്ങൾക്ക് തന്നെ നൽകാം, പക്ഷെ അതിനകത്ത് ഒരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറയും. എന്താണെന്ന് ചോദിക്കാം. അപ്പം നിങ്ങളുടെ കൈപ്പത്തി അല്ലെങ്കിൽ കൈയിനെ ഒരു പലക വെച്ച് മൊത്തത്തിൽ കെട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പാം, പലക വെച്ച് കെട്ടിയിട്ട് കൊടുക്കാം എന്ന് പറയും. അവര് പറയും, ശരി ഞങ്ങൾ എഗ്രിയാണ്, പക്ഷെ ഇതേ നിയമം ദേവന്മാർക്കും ബാധകമാണല്ലോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചെയ്യാമെന്ന്. അങ്ങനെ രണ്ടുപേർക്കും, ഈ പറഞ്ഞ ദേവന്മാർക്കും കൈകൊണ്ട് ഈ പലക വെച്ച് കെട്ടലും, ഈ പറഞ്ഞ അസുരന്മാർക്കും പലക വെച്ച് കെട്ടലും ഉണ്ട്. രണ്ടുപേർക്കും കെട്ടിയതിനു ശേഷം ആദ്യം ദേവന്മാർക്ക് സൂപ്പ് കൊണ്ടുവന്ന് കൊടുക്കും. ഈ സൂപ്പ് കൊണ്ടുവന്ന് കൊടുക്കാൻ സൂപ്പ് കൊണ്ടുവച്ചു. എല്ലാവരും സൂപ്പ് സാധാരണ എടുക്കണമെങ്കിൽ കൈ കൊണ്ട് വേണം നമുക്ക് എടുത്ത് കുടിക്കാനായിട്ട്. അങ്ങനെ അസുരന്മാർക്ക് ഇങ്ങനെ സൂപ്പ് കൊണ്ടുവന്നപ്പം ഇത് കൈ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് മടക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇതിനെ വല്ല വിധേന എടുത്ത് ഇങ്ങനെ കുടിക്കാൻ നോക്കി, ദേഹത്തെല്ലാം വീണ് ആകെ ആ ഒരു രംഗം അസ്വാര്യമാവും, ഒരു സുഖമില്ലായ്മ, മൊത്തത്തിൽ ദേഹത്തൊക്കെ വീണ് കണ്ണിലും മുഖത്തും ഒക്കെ വീണ് ആകെ ഒരു വൃത്തികേടാവും അവിടെ. അതുപോലെ തന്നെ ഇപ്പുറത്ത് ദേവന്മാർക്കും കൈകൾ കെട്ടിയിട്ടുണ്ട്, അവർക്ക് ഈ സൂപ്പ് കൊണ്ടുവച്ചു. ആദ്യം ദേവന്മാർ എന്ത് ചെയ്തു, ഭഗവാനെ പ്രാർത്ഥന ചെയ്തു. നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട്, ഭഗവാനെ നമ്മൾ എപ്പോഴെല്ലാം ആശ്രയിക്കുവോ അപ്പോഴെല്ലാം ഭഗവാൻ നമുക്ക് വേണ്ടുന്ന എന്ത് പറയാ ബുദ്ധി നൽകുമെന്ന് കൃഷ്ണൻ ഗീതയിൽ പറയട്ടെ. എന്നെ ആരൊക്കെ ആശ്രയിക്കുമോ അവർക്ക് വേണ്ട ബുദ്ധി ഞാൻ നൽകും. അപ്പൊ ഈ ദേവന്മാർക്ക് നൽകിയ ഈ സൂപ്പ് അവർ നോക്കിയപ്പോ എന്ത് ചെയ്യും, അവർക്ക് എടുത്ത് കുടിക്കാൻ പറ്റൂല. പക്ഷെ അതേ സൂപ്പിനെ എടുത്ത് അവര് അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കൈ കെട്ടിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇതെടുത്ത് അടുത്തവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ സൂപ്പിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഷെയർ ചെയ്ത് കൊടുത്തു. അതായത് എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റൂലെങ്കിലും നിനക്കത് സഹായമാവുമെങ്കിൽ നീ ആദ്യം അതിനെ ഉപയോഗിക്കൂ എന്ന രീതിയിൽ കൊടുത്തു. അങ്ങനെ സൂപ്പ് ഓരോരുത്തരും അവരവർക്ക് വന്ന ടേൺസ് മാറി മാറി അപ്പുറം ഇപ്പുറമായിട്ട് കൊടുത്ത് അവര് 5 തരത്തിലുള്ള ഫുഡ് വെറൈറ്റീസ് അവര് നുകർന്നു എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ ഒരു സ്റ്റോറിയാണ് ഇത്. ഗ്രന്ഥരാജൻ മെയിലിൽ ഉണ്ടായിരുന്ന സ്റ്റോറിയാണ്. ബി ദ ബെസ്റ്റ്, മീ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിലാണ്. അപ്പൊ അതിനകത്ത് പറഞ്ഞു വന്ന സ്റ്റോറി ഇത്രയേ ഉള്ളൂ. അതായത് പരസ്പര സഹകരണത്തോട് കൂടിയാണ്
രണ്ടുപേരും ഈ പറഞ്ഞ ദേവന്മാർക്കും ഈ അസുരന്മാരിലെ വ്യത്യാസം സഹകരണമില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യം, സ്വന്തം ഇന്ദ്രിയ സന്ദർപ്പണം എന്ന രീതിക്ക് പോയി. പക്ഷെ ദേവന്മാർ എന്ത് ചെയ്തു? ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് അപ്പുറം ഇപ്പുറം അവരെയും ഇവരെയും എല്ലാം സഹായിച്ചുകൊണ്ട് ഇല്ലേ പരസ്പരം വളർന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മളെ ഭക്തി സേവനം. നമ്മൾ എപ്പോഴും സെൽഫിഷ് ആവരുത് ഒരിടത്ത്. എന്റെ താല്പര്യം, എനിക്ക് വേണം, എനിക്ക് വേണ്ടി എന്ന് ഒരു തരത്തിലും നമ്മൾ ചിന്ത വരാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഷെയറിങ് മെന്റാലിറ്റി എന്ന് പറയും. ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ ഷെയറിങ് മെന്റാലിറ്റി പലപ്പോഴും അത് കുറവാണ്. പക്ഷെ കൃഷ്ണഭക്തിയിൽ എപ്പോഴും ഷെയറിങ് മെന്റാലിറ്റി വേണം. നമുക്ക് എന്ത് കിട്ടിയാലും അത് ഭക്തന്മാരുമായിട്ട് ഷെയർ ചെയ്യണം. അത് നല്ലതായാലും ചീത്തയായാലും അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ ബെസ്റ്റ് നമുക്ക് എടുക്കാൻ സാധിക്കും എന്ന് പറയും. കാരണം നമുക്കൊരു ദുഃഖം വന്നു, ഒരു ഭക്തനോട് അതിനെ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആ ദുഃഖത്തിൽ നമ്മളെ പുറത്തു കൊണ്ടു. ഒരു നല്ലത് കിട്ടി, അപ്പൊ അതിന്റെ ഇതും ഭക്തനോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് വേണ്ട അതായത് ഇത് നല്ലതാണ്, ഇത് നമുക്ക് തന്നത് ഭഗവാനും ഗുരുവുമാണ് എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മളെ അഹങ്കാരത്തെ ഇല്ലാതാക്കും. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ നേടിയാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതെല്ലാം എന്റെ കഴിവാണ്, എന്റെ ഇഷ്ടം, എനിക്ക് കിട്ടിയതാണ്, ഞാൻ ചെയ്തു എന്നുള്ളൊരു ബോധം വരും. പക്ഷെ ഭക്തന്മാരോട് നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളെ അതിനെ വേണ്ട വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതെല്ലാം നിങ്ങൾ ചെയ്തത് ഭഗവാന്റെ കൃപയാലാണ്, ഗുരുവിന്റെ കൃപയാലാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ക്രെഡിറ്റും അവർക്ക് തന്നെ കൊടുക്കണം എന്നവര് നമ്മളെ ഓർമ്മിപ്പിക്കും. പലപ്പോഴും നമുക്ക് മറന്നു പോകുന്നത് ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ വിസ്മരിച്ചു പോകും. നമുക്ക് ഓർമ്മക്കുറവ് നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ഉണ്ട്. ആ ഓർമ്മപ്പശു കാരണം പലതും നമ്മൾ അബദ്ധത്തിൽ ചെന്നു. പക്ഷെ ഭക്തന്മാരെ ആശ്രയിച്ചാൽ ഒരിക്കലും നമ്മള് എന്താവൂല, വീഴ്ചയിലോട്ട് പോകത്തില്ല. അപ്പൊ ഇതിന് ഈ പറഞ്ഞ അവതാരങ്ങളെല്ലാം നമ്മളെ കൊണ്ട് നയിക്കുന്നത് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനാണ്. അപ്പൊ ഈ കലിയുഗത്തിലും ഭഗവാൻ അവതാരം ചെയ്തിട്ടുണ്ട്. എന്താണ്? നാമരൂപത്തിലും അതുപോലെ തന്നെ മഹാപ്രഭുവിന്റെ രൂപത്തിലും. അത് രാധാകൃഷ്ണ പൂർണ്ണ ഭാവത്തിൽ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി നവദ്വീപ് ധാമത്തിൽ അവതാരം ചെയ്തു. അത് പലർക്കും അറിയത്തില്ല. എല്ലാരും കൽക്കി മാത്രമാണെന്ന് വിചാരിക്കുന്നു. ഇല്ല, ഇതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതം, പത്മപുരാണം തുടങ്ങിയ മഹാഗ്രന്ഥങ്ങളിലെല്ലാം ഭഗവാന്റെ ഈ അവതാരത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്. ആ കലിയുഗത്തിലെ ഏറ്റവും നല്ല സ്വർണ്ണ അവതാരം അല്ലെങ്കിൽ സുവർണ അവതാരം എന്ന് പറയാം. ഭഗവാൻ ഒരു ഗോൾഡൻ ഫോമാണ് സ്വീകരിച്ചത് രാധാകൃഷ്ണ ഭാവത്തിൽ. ആ ഭാവത്തിലെടുത്ത ആ രാധാകൃഷ്ണനാണ് ചൈതന്യ മഹാപ്രഭു. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ വേറൊരു വിശേഷം എന്ന് വെച്ചാൽ കലിയുഗത്തിൽ ആയുധം എടുക്കാതെയാണ് അദ്ദേഹം. എല്ലാ ഭഗവാന്റെ പാസേജിൽ നോക്കിയാൽ ഭഗവാൻ ആയുധം ഉണ്ടാവും എവിടെയും, സുദർശന ചക്രം. പക്ഷെ ഇവിടെയും ഭഗവാന് ഒരു തരത്തിലുള്ള ആയുധം പോലും കയ്യിൽ കരുതിയിട്ടില്ല എന്നവര്. കാരണം എന്താ? കലിയുഗത്തിലെ ഏറ്റവും ബെസ്റ്റ് വെപ്പൺ ആയുധം എന്ന് പറയുന്നത് നാമമാണ്. ആ നാമം കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ഭേദിക്കാൻ കഴിയും. ആ നാമം കൊണ്ട് എല്ലാ തരം ദുഃഖങ്ങളെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഷീൽഡായിട്ട് ഇപ്പൊ യുദ്ധം നടക്കുമ്പോൾ ഷീൽഡ് വെക്കാറുണ്ട് കയ്യിൽ, അല്ലെ? ആ ഷീൽഡ് എന്ത് ചെയ്യാം? ഈ എതിരെ വിടുന്ന അമ്പ് അല്ലെങ്കിൽ വില്ല് എല്ലാം തടയാൻ പറ്റും. അതുപോലെ ഭഗവാന്റെ ദിവ്യ നാമം, ഇന്ന് നേരത്തെ പറഞ്ഞില്ല, അച്യുതാനന്ദ ഗോവിന്ദ നാമോച്ചാരണ അപേക്ഷിച്ച ആത്മശന്തി സകല, ഈ രോഗത്തെ എല്ലാം മാറ്റിയെടുക്കുന്ന കവചമായിട്ട് ഹരിനാമം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഹരിനാമത്തെ നമ്മൾ എത്രത്തോളം ആശ്രയിച്ച് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ മെഡിസിൻ ഡെയിലി കഴിക്കുമോ? ഈ മെഡിസിൻ ഡെയിലി കഴിക്കാൻ ആദ്യം നമ്മൾ ഈ പറഞ്ഞ രാവിലത്തെ സമയം, പ്രഭാത സമയം, ഈ ചില ആയുർവേദത്തിൽ നോക്കിയാൽ ചില ഭക്ഷണം നമ്മൾ വെറും വയറ്റിൽ കഴിക്കണമെന്ന് പറയില്ല. അതുപോലെ നമ്മളുടെ ഈ മരുന്ന് അല്ലെങ്കിൽ ഹരിനാമമാകുന്ന മരുന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിരാവിലെ ജപിക്കാൻ ശ്രമിക്കണം. അതിരാവിലെ, അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുറച്ചെങ്കിലും മെഡിസിൻ നമ്മൾക്ക് എടുക്കുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് ഹോൾ ഡേ ശക്തി ഉണ്ടാവുന്ന ആചാര്യന്മാരാണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ അവതാരങ്ങൾ നമ്മൾ കഥകൾ കേട്ട് പോകുന്നത് പോലെ പോകാതെ ഈ അവതാരങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നോക്കാം. അപ്പൊ ധന്വന്തരി നേരത്തെ പറഞ്ഞ പോലെ ഈ ഭൗതികമായിട്ട് നമ്മളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനും ഇല്ലെങ്കിൽ നല്ല സുഗമമാക്കാനുമുള്ള ഒരു മെഡിസിൻ ഇല്ലെങ്കിൽ ആയുർവേദ സെക്ഷൻ അദ്ദേഹം തയ്യാറാക്കി. തീർച്ചയായും അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്തിയിലേക്ക് ഉയരണം. അല്ലാതെ ഭൗതിക ശരീരം നന്നാക്കിയത് കൊണ്ട് മാത്രമായില്ല. ആ ഭൗതിക ശരീരം നന്നാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? ഭക്തിയുക്ത സേവനം ചെയ്യാം. ആ ഭക്തിയുക്ത സേവനം നമ്മൾ എത്രത്തോളം കൂടുതൽ ചെയ്യുമോ അതാണ് യഥാർത്ഥമായ ഈ ഭൗതിക ശരീരത്തിന് കിട്ടുന്ന അനുഗ്രഹം. അതുകൊണ്ട് നമ്മളുടെ വിലപ്പെട്ട ഈ ശരീരവും സമയവും ഇതെല്ലാം നമ്മൾ ഭക്തി സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തമാക്കാനാണ് ഈ ഓരോ അവതാരങ്ങൾ. അപ്പൊ കലിയുഗത്തിലെ ഏറ്റവും സുവർണ അവതാരമായ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നമ്മൾ ആശ്രയിച്ചാൽ
അദ്ദേഹത്തിന്റെ കൃപ ഈ പറഞ്ഞ നാമരൂപേണ നമുക്കുണ്ടാവും. ആ നാമരൂപേണ ഭഗവാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിലുള്ള എല്ലാ ബാഡ് തിങ്സും മാറിപ്പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം നാമത്തെ മുറുകെ പിടിക്കുകയോ അത്രത്തോളം നമുക്ക് ഈ പറഞ്ഞ പോലെ കവചമാകുന്ന ഈ പറഞ്ഞ ഹരിനാമ കവചം നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ആ സംരക്ഷണം വരുമ്പോൾ നമുക്ക് പല ബാഡ് തിങ്സ് നമ്മളിൽ എടുത്തു പോകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കലിയുഗത്തിലെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആങ്ങർ, അതിനൊക്കെ ഇന്ന് ഒരുപാട് ദേഷ്യം മാറ്റാനായിട്ട് കുറെ മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് കുറെ പ്രശ്നം. ഇപ്പൊ നമ്മൾ ഓഫീസിൽ പോയാൽ അവിടെ പ്രശ്നം, അവരെ ദേഷ്യപ്പെടുന്നു, അവരെ ദേഷ്യം പിടിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ ഹരിനാമത്തെ എത്രത്തോളം ശ്രദ്ധയോടെ എടുക്കുമോ ആ കവചം നമ്മളെ ഈ പറഞ്ഞ ബാഡ് ക്വാളിറ്റീസ് എന്നെല്ലാം പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. കാരണം കലിയുഗത്തിലെ ഏറ്റവും പ്രേമാവതാരമായ മഹാപ്രഭുവിനും ദേഷ്യം വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ പറഞ്ഞ നിത്യാനന്ദ പ്രഭു പറഞ്ഞു, പ്രഭു അങ്ങ് അവതാരം ചെയ്തത് ദേഷ്യപ്പെടുക്കാനോ ആയുധമെടുക്കാനോ അല്ല, അങ്ങ് പ്രേമം നൽകാനാണ്. എല്ലാവരുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥമായ പ്രേമത്തെ ഉത്തേജിപ്പിച്ച് ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം തടുത്തു. അതൊരു ബിഗ് സ്റ്റോറിയാണ്. ഈവൻ മഹാപ്രഭുവിനെ ഒരുപാട് തരത്തിൽ ഈ പറഞ്ഞ പോലെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് ഓരോരുത്തരും. അതായത് റീസെന്റ് പറഞ്ഞ പോലെ അത് ഭക്തന്റെ പേര് എനിക്ക് പറഞ്ഞത്, നിങ്ങളുടെ ഭക്തന്റെ മരുമകൻ മഹാപ്രഭുവിനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ മഹാപ്രഭു പറയും, ശരിയാണ്, ഞാൻ കുറെ കൂടുതൽ പ്രസാദം കഴിച്ചത് കൊണ്ടല്ലേ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിനെ ദേഷ്യഭാവം എടുക്കാതെ അതിനെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് ആ തെറ്റിനെ തിരുത്താൻ പറ്റി. അതുപോലെ നമ്മളുടെ ദേഷ്യം നമ്മളെ എപ്പോഴും തെറ്റായ വഴിയിൽ നയിക്കും. ഈ ഭഗവത്ഗീത 2 പറയുമ്പോൾ 2:62-63 ധ്യായേതോ വിഷയാൻ പുംസ സംഘസ്തേഷുപജായതേ സംഘാത് സഞ്ജായതേ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവത്ഗീത 2:62-63. ഈ ബുദ്ധിനാശം എല്ലാം വരുന്നത് എന്താ? നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറന്നു പോകും. അത് കാരണം നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ കലിയുഗത്തിൽ ഈ സ്ട്രെസ് മാനേജ്മെന്റ് വരുന്നത്, നമ്മൾ കുറച്ച് സ്ട്രെസ് ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു സമ്മർദ്ദം വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും സ്വാഭാവികമായിട്ട്. ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ഹരിനാമത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ആ ഹരിനാമത്തെ നമ്മൾ സ്വീകരിച്ച് ഈ ഭക്തിയുക്ത സേവന മാർഗത്തെ എടുത്ത് ഭഗവാന്റെ അവതാരങ്ങളെ നമ്മളുടെ ജീവിതത്തിലും കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ ജീവിതം ഏറ്റവും ഹയസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഉയരുമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. ആ ആചാര്യന്മാരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഡെയിലി ചീട്ടപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരുപാട് നമ്മളെ ഭൗതികമായും ആധ്യാത്മികമായും സഹായിക്കും എന്ന് പറയാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതൻ കി ജയ്, ശീല പ്രഭുപാദ് കി ജയ്, ശീല ഗുരുദേവി കി ജയ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ പറയാൻ കാണും, ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, നന്നായിരുന്നു ലെക്ചർ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. മദതി പ്രണാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നന്ദി പ്രഭു. എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് എന്താ പ്രഭു? എക്സ്ട്രാ പോയിന്റ്സ് ആടെ പറഞ്ഞിട്ടു. പറയൂ. നമ്മുടെ ധന്വന്തരിയുടെയും വോയിസ് കേൾക്കുന്നില്ല പ്രഭു. ധന്വന്തരിയുടെയും ശുശ്രൂഷൻ എന്ന് പറഞ്ഞ ഒരു മുനിവര്, അദ്ദേഹത്തിന്റെയും ഒക്കെ പ്രതിമ ഓസ്ട്രേലിയയില് അവിടുത്തെ മെഡിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റില് ഫ്രണ്ടിലായിട്ട് വച്ചിട്ടുണ്ടെന്നാ പറയാം. ഹരേ കൃഷ്ണ. സന്തോഷം. ഇത് ഓസ്ട്രേലിയക്കാർക്ക് ധന്വന്തരിയുടെയും ശുശ്രൂഷന്റെ ഒക്കെ മഹത്വം അറിയാം. ശുശ്രുതൻ. അപ്പൊ ഇതാണ്. അപ്പോ നമ്മുടെ മെഡിക്കൽ സയൻസിന്റെ കാര്യത്തിലും ഒക്കെ നമ്മളുടെ പൂർവികരെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കൂടി ധന്വന്തരി ദേവനെയും ശുശ്രൂഷനെയൊക്കെ മാനിക്കുന്ന ആൾക്കാര് വെസ്റ്റേണേഴ്സ് ഉണ്ട്. എന്നാൽ ഇന്ത്യക്കാർ എത്രത്തോളം അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രഭു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ഐശ്വര്യയുടെ അമ്മയാണ് പ്രഭു. മനസ്സിലായോ?
ഇന്ന് ഒരു ആദിത്യന്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് ജനിച്ച ദിവസമാണ് പ്രഭു. ഓ അതുകൊണ്ട് എല്ലാവരുടെയും ബ്ലെസ്സിങ്സും എല്ലാവരെയും പ്രാർത്ഥനയും, അദ്ദേഹം നല്ലൊരു ഡിവോട്ടി ആയിട്ട് വരണം, അദ്ദേഹത്തിന്റെ ലേസിനെസ് ഒക്കെ മാറ്റി നല്ല രീതിയിൽ ഡിവോഷണൽ സർവീസിൽ വരാൻ എല്ലാവരെയും ബ്ലെസ്സിങ്സ് വേണം. തീർച്ചയായിട്ടും ഒരു മാതാജി, അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായും സന്തോഷം. അദ്ദേഹത്തിന്റെ പിറന്നാളിന് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. മാതാജി പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഭക്തനായിട്ട് വരട്ടെ, ഏറ്റവും നല്ലൊരു സേവകനായി വരട്ടെ എന്ന് ഈ ഒരു ഫോറത്തിൽ എല്ലാ ഡിവോട്ടീസിനും റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പ്രാവശ്യം മഹാമന്ത്രം ജപിച്ച് ഈ പറഞ്ഞ ആദിത്യനെ നമുക്ക് പ്രാർത്ഥിക്കാം. ആദിത്യന്റെ എല്ലാ ഭക്തി സേവനങ്ങൾക്കും ഭാവി ജീവിതത്തിലേക്കും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. പ്രഭു, ഇന്ന് എന്റെ ഡോട്ടറുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഓ പ്ലീസ് ഹരേ അവളെയും കൃഷ്ണ. എല്ലാവരും അനുഗ്രഹിക്കണം. എല്ലാവരും അവൾക്കും ഈ തീർച്ചയായിട്ടും ഭക്തിയില് വരാൻ വേണ്ടിയിട്ടൊന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം, അവളെ ബ്ലസ് ചെയ്യണം. തീർച്ചയായിട്ടും ആ മാതാജിക്കും വേണ്ടി നമുക്ക് ഇന്ന് ഫോറത്തിൽ എല്ലാ ഡിവോട്ടീസും ഒരു പ്രാവശ്യം കൂടെ മഹാമന്ത്രം ജപിച്ച് അവരെ ഭഗവാനിലേക്ക് അടുപ്പിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ, ഹരേ ഹരേ രാമ ഹരേ ഹരേ രാമ, രാമ ഹരേ രാമ 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 ഹരേ. ഹരേ ഭയങ്കര താങ്ക് യു ഓൾ സന്തോഷം. മാതാജീസ് ആൻഡ് പ്രഭുസ്. താങ്ക് യു ഓൾ. ഭയങ്കര സന്തോഷം മാജി പങ്കുചേർന്നതിൽ, പറഞ്ഞതിലും ഭയങ്കര ഹാപ്പി. താങ്ക് യു. ദയവായി നമ്മളുടെ ആശംസകൾ അറിയിക്കുക, പ്രാർത്ഥനകളും അറിയിക്കുക മാതാജി. ഓക്കെ, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ്സോ ഇത് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. പ്രഭുജി, ഇപ്പൊ പ്രണാമം. അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ ശാശ്വതൻ നച്ചതോരവതാ നിത്യൻ തച്ചാരു ചരണാംബുജ എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകം കൂടെ അതിന്റെ കൂടെ ഉണ്ട്. ഓ ഭയങ്കര സന്തോഷം മാജി. എന്നിട്ട് ഹാപ്പി. അതും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഹരേ രാമ എന്ന് പറഞ്ഞിട്ട് ഇത് ഓക്കെ. ആപദുസ്ത എന്തോ അങ്ങനെ ഒരു പേരാണ് ഈ എന്താ പറയാ ഈ സ്തോത്രത്തിന് പറയാ അല്ലെ? സ്തോത്രാണ്. അതന്നെ, അതെ അതെ. ആ, ഹരേ കൃഷ്ണ. പെട്ടെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. നോ പ്രോബ്ലം. ഉച്ചാരണ ശ്ലോകം മാതാജി, ആപതുച്ചാരണ ശ്ലോകം. ആപദുസ്താര സ്തോത്രം. അതെ ആ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പൊ അതിലുണ്ട് ഇത് ഇത്തിരി കാര്യമായി, അത് കുറച്ച് അധികം ഉണ്ട്. അതില് രാമന്റെ ഇതിനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലി കഴിഞ്ഞിട്ട് അടുത്തതിലാണ് അത് വരിക. പറയാ. ഓക്കെ, അതെ. സന്തോഷം മാജി. ഇത് ഞാൻ നേരത്തെ കോട്ട് ചെയ്ത് മഹാരാജ് ഒരു ലെക്ചറിൽ ഇത് പറയാറുണ്ട്. ആ അതായത് ആ അച്യുതാനന്ദ ഗോവിന്ദ നാമോ ഉച്ചാരണ ഭേഷജ ഭേഷജ നശ്യന്തി സകല സത്യം 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 വദാമി. സത്യം വദാമ്യഹം. അതെ, ഹരേ കൃഷ്ണ. താങ്ക് യു നമ്മൾ മാജി. അന്ന് ഹരേ കൃഷ്ണ മന്ത്രമൊക്കെ ചെല്ലണതിന് മുമ്പ് കുട്ടിയായിരുന്നപ്പോ നമ്മൾ ഈ നാമങ്ങളൊക്കെ ചൊല്ലുക. നാമം അച്യുതാനന്ദ ജപിക്കുമായിരുന്നു. പല വിധത്തിലാണെന്നേ ഉള്ളൂ, വ്യത്യസ്തമായ രീതിയിൽ, പക്ഷെ നാമം തന്നെയാണ് ജപിക്കുന്നത്. അതെ, സന്തോഷം. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. വേറെ ആർക്കും പ്രത്യേകിച്ച് പോയിന്റ്സ് ആഡ് ചെയ്യാനില്ലെങ്കിൽ ദയവായിട്ട് നമുക്ക് സെഷൻ ക്ലോസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുസ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് ടുഡേ. അതുപോലെ വൈകിട്ട് ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഇതേ ലിങ്കിൽ തന്നെയാണ്. പറ്റുന്ന ഡ്യൂട്ടീസ് ദയവായിട്ട് ജോയിൻ ചെയ്യണം. ഹരേ കൃഷ്ണ പ്രഭുസ്. ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. എല്ലാരും പോയിന്റ്സ് കഴിഞ്ഞു. Thank you, Prabhu. വാഞ്ചാകൽപതരുഭ്യശ്ച വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഇന്ദക്കോടി വൈഷ്ണവവൃന്ദ കി ജയ്. നമാചാര്യ ദാസ് ഠാकुर की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. ഹരേ കൃഷ്ണ.